നമ്മുടെ അസംബ്ലി സെഗ്മെന്റ് വൈസ് യാത്രയിൽ അടുത്ത ലോക്സഭാ സീറ്റ് ഇന്ന് വയനാടാണ്. മലപ്പുറത്തിനോടും കോഴിക്കോടിനോടുമൊക്കെ ചേർന്ന് കിടക്കുന്ന വയനാട്. അപ്പോൾ വയനാട്ടിൽ പറയുമ്പോൾ 3 ജില്ലകളിലാണ് ഇത് പരന്ന് കിടക്കുന്നത്. വയനാട്ടിലെ ഈ പറയുന്ന 3 മണ്ഡലങ്ങൾ, മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ, പിന്നെ കോഴിക്കോട് ജില്ലയിലെ 1 മണ്ഡലം. അപ്പം അങ്ങനെ വയനാട്ടിലെ പിന്നെ മാനന്തവാടി 1, 2 വയനാട്ടിലെ തന്നെ സുൽത്താൻ ബത്തേരി, പിന്നെ കൽപ്പറ്റ വയനാട്ടിൽ, പിന്നെ മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, അതേപോലെ 3ാമത്തെ മണ്ഡലമായ വണ്ടൂർ, പിന്നെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി. അപ്പം അങ്ങനെ വയനാട് ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ജില്ലകളിൽ പടർന്നു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ വിലയിരുത്തൽ യോഗം കഴിഞ്ഞിട്ട് ഇവിടെ മലപ്പുറത്ത് കഴിഞ്ഞിട്ട് അവിടെ പ്രഖ്യാപിച്ചു ആ യോഗത്തിൽ ലീഗ് ഭാരവാഹികൾ രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ഞങ്ങൾ 1 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ആദ്യമേ അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമല്ലോ. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ എത്ര ഭൂരിപക്ഷം കിട്ടും? അതായത് മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ 3 അസംബ്ലി സെഗ്മെന്റ് ചെയ്യുന്ന ഇക്കുറി 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് അവരുടെ ഇലക്ഷൻ വിലയിരുത്തൽ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. നോക്കാം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2021 ഏറനാട് PK ബഷീർ ലീഗിന്റെ ഭൂരിപക്ഷം 22,546, നല്ല ഭൂരിപക്ഷമാണ്. ഒരു വണ്ടൂര് AP അനിൽകുമാർ സ്ഥിരം ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി, മുൻ മന്ത്രി 15,563 വോട്ട്, നല്ല ഭൂരിപക്ഷമാണ് അസംബ്ലിയിൽ. രണ്ടും കൂടെ 38,109 വോട്ട്. അതായത് ഏറനാട് പ്ലസ് വണ്ടൂർ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം 38,000 എന്ന് കൂട്ടിക്കാം, 109 വോട്ട് വിട്ട് കളയാം, 38,000. നിലമ്പൂരാര PV അൻവർ LDFിന്റെ സിറ്റിംഗ് MLA ആണ്. അവിടെ LDFിന്റെ ഭൂരിപക്ഷം 2,700, ചെറിയ ഭൂരിപക്ഷമാണ്. പക്ഷേ 1 LDF ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അപ്പൊ ഈ 38,000 നിന്ന് അപ്പം നിലമ്പൂര് രാഹുൽ ഗാന്ധിക്ക് മേൽക്കൈ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഇനി മേൽക്കൈ കിട്ടിയാലും അധികം വോട്ടൊന്നും കിട്ടാൻ സാധ്യത, കാരണം LDFിന്റെ സിറ്റിംഗ് സീറ്റാണത്. അപ്പൊ ഈ 38,000 നിന്ന് 1 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു എന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. ഇവിടെ വയനാട്ടിലെ കോൺട്രിബ്യൂഷൻ ലീഗിന്റെ വക രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുകയാണ് കോൺട്രിബ്യൂഷൻ. വോട്ട് എണ്ണുമ്പോൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ അവകാശവാദവും ഈ 1 ലക്ഷം കടന്നു. ഞങ്ങൾ കൃത്യം കണക്കുമായിട്ട് ഞങ്ങൾ വരും, ലെഫ്റ്റ് റൈറ്റ് വോയിസ്. ലീഗിലെ പിന്നെ പ്രവർത്തകര് അപ്പൊ പിന്നെ മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കണം. ഈ 38 നിന്ന് 1 ലക്ഷത്തിൽ എത്തിച്ചാൽ അത് വലിയ കഴിവായി ലീഗിന്റെ, മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ വലിയ കഴിവായിട്ട് ഞങ്ങൾ അംഗീകരിക്കും, ഒരു മടിയില്ല. പക്ഷെ ഈ ബഡായി പറഞ്ഞിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ട് എന്തായി? നിങ്ങളുടെ വിലയിരുത്തൽ എത്ര അശാസ്ത്രീയമാണ് എന്ന് ഞങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഞങ്ങളോടൊന്നും പറയാനും വരരുത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി മറ്റ് കഴിഞ്ഞ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി 2019 ജയിച്ചത് മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. അങ്ങ് അമേരിക്കയിൽ തോറ്റെങ്കിലും, സ്മൃതി ഇറാനിയോട് തോറ്റു തുന്നം പാടിയെങ്കിലും മലയാളികൾ, വയനാട്ടിലെ ജനങ്ങൾ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ, 7 മണ്ഡലത്തിലെ അസംബ്ലി സെഗ്മെന്റിലെ ജനങ്ങൾ മാന്യമായിട്ട് ആ മനുഷ്യനെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. 4,31,770 വോട്ട്, 4,31,170 വോട്ട്. 4 ലക്ഷത്തിലധികം വോട്ട് എന്ന് പറയുന്നത് ചെറിയ ഭൂരിപക്ഷം എന്ന് പറയാം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ നിയമസഭയിലാണെങ്കിൽ 38, 40, 50 വരുന്നത് വലിയ ഭൂരിപക്ഷം. അതുപോലെയാണ് ഒരു 4 ലക്ഷം, 3 ലക്ഷം കടന്നുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ സ്നേഹിച്ച് ജയിപ്പിച്ച് വിട്ടിട്ട് പിന്നീട് സംഭവിച്ചത് എന്താണെന്നൊക്കെ അറിയാം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പോലും ആയില്ല. പ്രതിപക്ഷ നേതാവാകാനുള്ള അംഗബലം ലോക്സഭയിൽ കോൺഗ്രസിന് കിട്ടിയില്ല, ഭാവി പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് കിട്ടിയില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പൊ നിലവിൽ ലോക്സഭയിൽ ഇല്ല, അത്രയും MP മാരില്ലാത്തതുകൊണ്ട് ഒരു പാർട്ടിക്ക്. ഇതാണ് അവസ്ഥ. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഇത്തവണ രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെയും മത്സരിക്കുന്നു, അവിടെയും മത്സരിക്കും. അപ്പോ എതിരാണ് ആരാണ്? ആനി രാജ, CPIയുടെ സമുന്നത വനിതാ നേതാവ്, ദേശീയ നേതാവ്, മലയാളി, ഇരിട്ടിക്കാരി ആനി രാജ. മൂന്നാമത് സാക്ഷാൽ K. സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ്.
അപ്പോൾ കഴിഞ്ഞ തവണ BJP നേടിയ വോട്ടുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സുരേന്ദ്രൻ ഇത്തവണ എത്ര നേടും നമ്മൾ ഊഹിക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇപ്പം തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് 2019 BDJS സഖ്യം NDA BJP. പുള്ളിക്ക് ആ കിട്ടിയത് 7.25 എന്ന് പറഞ്ഞാൽ 78,816 വോട്ട്. 1,00,000 വോട്ട് പോലും തുഷാർ വെള്ളാപ്പള്ളി നേടിയില്ല വയനാട്ടിൽ നിന്ന്. ഇക്കുറി കെ സുരേന്ദ്രൻ നേരിട്ട് BJPയുടെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ട് മത്സരിക്കുകയാണ്. സ്വയം താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം സ്വയം താല്പര്യം ഉണ്ടായി മത്സരിച്ച് 8 നിലയിൽ പൊട്ടിപ്പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം പറഞ്ഞ് കണ്ണൂരിട്ടി മോദിയും അമിത്ഷായും നദ്ദയും ഒക്കെ കണ്ണൂരിട്ടി മത്സരിച്ചോളൂ, നിങ്ങൾ സംസ്ഥാന നേതാവല്ലേ, പ്രസിഡന്റ് അല്ലേ, അങ്ങനെ മത്സരിച്ചു. ഈ 78,000 തുഷാർ വെള്ളാപ്പള്ളി നേടിയെന്ന് എത്ര കൂടുതൽ വോട്ട് കെ സുരേന്ദ്രൻ നേടും? 1.5 ലക്ഷം എത്തുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. 2 ലക്ഷം എന്ന് പറയുന്നത് വളരെ വലിയ നമ്പറാണ്. ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് BJPയുടെ വയനാട്ടില് ലോക്സഭയിലും അസംബ്ലീസ്, വയനാട്ടിന്റെ ലോക്സഭയിൽ ഉൾപ്പെടുന്ന അസംബ്ലി സെഗ്മെന്റിലെ BJP വോട്ട് ശതമാനം 10% താഴെയാണ് മിക്ക ഇടത്തും പോളിങ്. പലയിടത്തും 5% താഴെ BJP വോട്ടുകൾ. അപ്പൊ എങ്ങനെയാണ് കെ സുരേന്ദ്രൻ 1.5-2 ലക്ഷത്തിലൊക്കെ എത്തുക? അസാധ്യം, 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 ഇമ്പോസിബിൾ. പിന്നെ നെപ്പോളിയൻ പറഞ്ഞതുപോലെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ചക്രവർത്തി നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വയനാട്ടിൽ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുന്നത്. ഇനി 2014 BJPക്ക് ഇത്രയും വോട്ടെത്ര? അവിടെ BJPക്ക് തൊട്ട് മുമ്പുള്ള ലോക്സഭ ഇലക്ഷനിലെ 2019 കണക്കാണ് ഞങ്ങൾ പറഞ്ഞു. 2014 കിട്ടിയത് 8.83% വോട്ട് മാത്രമാണ് BJP കിട്ടിയത്. അതായത് 80,752 വോട്ട്. അപ്പോഴും 1 ലക്ഷം കിട്ടിയിട്ടില്ല. അവിടുന്ന് തുഷാർ വെള്ളാപ്പള്ളി വന്നപ്പോൾ അത് 78,000 കുറയുകയായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ വലിയ നേതാവല്ല, അപ്പോൾ ഒരുപാട് 1 ലക്ഷത്തിന് മുകളിൽ പിടിക്കുമെന്ന് വിചാരിക്കുക. അത് 1.5 ലക്ഷം ആവട്ടെ, എന്തായിക്കോട്ടെ. അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി മറ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളിൽ ഇപ്പം ഞങ്ങൾ ഈ നിലമ്പൂരിൻ്റെ പിന്നെ ഏറനാട് വണ്ടൂർ പറഞ്ഞു. ബാക്കി മാനന്തവാടി സിറ്റിംഗ് MLA CPMന്റെ 2ാം തവണ ജയിച്ച OK കേളുവാണ്. OK കേളു കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി PK ജയലക്ഷ്മി, കോൺഗ്രസ്, രാഹുൽ ഗാന്ധി ഹാൻഡ് പിക്ക് ചെയ്ത രാഹുൽ ബ്രിഗേഡിലെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ നേതാവ് എന്നൊക്കെ പറയുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ചത് 9,282 വോട്ടിനാണ്. മാന്യമായ ഭൂരിപക്ഷമാണ്. ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടിന് CPMന്റെ OK കേളു പിന്നെ മുൻ മന്ത്രി കോൺഗ്രസിന്റെ PK ജയലക്ഷ്മിയെ തോൽപ്പിച്ചു. അവിടെ BJPക്ക് കിട്ടിയത് ഒരു 8.61%. 10% പോലും ഇല്ല. 2016 OK കേളുവിന്റെ ഭൂരിപക്ഷം 1,307 ആയിരുന്നു. അതിൽ നിന്നാണ് 9,000-ത്തിനടുത്ത് 10,000-ത്തിന് അടുത്തേക്ക് എത്തിച്ചത്. അന്ന് ജയലക്ഷ്മി തന്നെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഈ രാഹുൽ ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന ജയലക്ഷ്മി തോറ്റുപോയി. 2011 ജയലക്ഷ്മി രാഹുൽ ബ്രിഗേഡിന്റെ ഇമേജിൽ വന്നിട്ട് ആദ്യമായിട്ട് ജയിക്കുന്നത് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ. അന്ന് നല്ലതെന്ന് പറയാൻ പറ്റില്ല, 1,008 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ. അന്ന് KC കുഞ്ഞിരാമനെ CPMന്റെ KC കുഞ്ഞിരാമനെയാണ് തോൽപ്പിച്ചത്. അന്ന് BJP നേടിയത് വെറും 4.62% വോട്ട്. അപ്പം മാനന്തവാടി കേരളത്തിലെ 2 ST സംവരണ സീറ്റുകളിലൊന്നാണ് അസംബ്ലി. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയാണ് 2 ST ഷെഡ്യൂൾഡ് ട്രൈബ് ആദിവാസി സംവരണ മണ്ഡലം. ബാക്കിയൊക്കെ ST അല്ല, പിന്നെ SC സംവരണമാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി. ഇത് പട്ടികവർഗ സംവരണ സീറ്റാണ്. മാനന്തവാടിയും തൊട്ടടുത്ത് കിടക്കുന്ന സുൽത്താൻ ബത്തേരി, കാരണം അവിടെ ആദിവാസി ജനസംഖ്യ അത്രയും അധികം ഉള്ളതിൻ്റെ ഒരു പരിഗണനയിലാണ് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ബത്തേരി എടുക്കാം. അവിടെ കഴിഞ്ഞ 3 തവണയായിട്ട് IC ബാലകൃഷ്ണൻ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്, ഈ പറയുന്ന ST സംവരണ സീറ്റ് തന്നെ. ഇപ്പം 2021 IC ബാലകൃഷ്ണൻ ജയിച്ചത് 2021 11,822 വോട്ടിനാണ്. 11,822 വോട്ടിന് നല്ല ഭൂരിപക്ഷമാണ്, മാന്യമായ ഭൂരിപക്ഷമാണ്. CK ജാനു വന്ന് NDA പിന്തുണയോട് മത്സരിച്ച് കിട്ടിയത് വെറും 9.8% വോട്ട്. ജാനുവിൻ്റെ രാഷ്ട്രീയം എപ്പോൾ സംഘപരമായിട്ട് കണക്ട് ചെയ്തോ അന്ന് മുതൽ അവർക്ക് തിരിച്ചടിയേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ ഇലക്ഷൻ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി 16 എടുക്കുക. IC ബാലകൃഷ്ണൻ നേടിയത് 11,192. 11,000-ത്തിനടുത്ത് തന്നെ 2 ഇലക്ഷനിലും ഭൂരിപക്ഷം IC ബാലകൃഷ്ണൻ വരികയാണ്. അവിടെയും പിന്നെ CK ജാനുവായിരുന്നു NDAയുടെ പിന്തുണയോട് മത്സരിച്ചത്. അന്ന് CK ജാനുവിന് കിട്ടിയത് 16.23%.
അന്നൊരു പ്രതീക്ഷ CK ജാനുവിനുണ്ടായിരുന്നു ജനങ്ങൾക്ക്, ആദിവാസികൾക്ക്. പക്ഷെ അത് പിന്നീട് വെറും 10-ൽ താഴേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് CK ജാനു മനസ്സിലാക്കിയത്. ഇനി 2011 IC ബാലകൃഷ്ണൻ ജയിച്ചത് 7583 വോട്ട്. അപ്പൊ ഈ ബത്തേരി നോക്കിയാൽ ബത്തേരിക്ക് ഒരു UDFന്റെ മേൽക്കൈയുണ്ട്. ഈ മേൽക്കൈയിൽ ബത്തേരിയിലെ ആദിവാസി വോട്ടുകൾ കൂടാതെ മറ്റു സമുദായ വോട്ടുകളുണ്ട്. ക്രിസ്ത്യൻ സമുദായ കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ, അവരുടെ പിന്മുറക്കാരുടെ വോട്ടുകൾ. അപ്പോൾ അവിടെ UDFന് ഒരു മുൻതൂക്കം കിട്ടും. അത് രാഹുൽ ഗാന്ധിക്കും അതിന്റെ ഗുണം കിട്ടും, സംശയമില്ല. അതങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ ഈ 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റുമോ? 4,31,000 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിന്റെ ബാക്കി അസംബ്ലി സെഗ്മെന്റ് ഘടകങ്ങളിലേക്കൂടെ നമ്മൾ വരാം. കൽപ്പറ്റയില് T. സിദ്ദിഖാണ് സിറ്റിംഗ് MLA, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്. അദ്ദേഹം ജയിച്ചത് 5470 വോട്ടിനാണ് 2021. അതൊരു ചെറിയ ഭൂരിപക്ഷം, ഒരു വലിയ ഭൂരിപക്ഷമല്ല. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇല്ല, 5000. എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് MP ശ്രേയാംസ്കുമാറാണ്. MP വീരേന്ദ്രകുമാറിന്റെ മകൻ, അവിടുത്തെ മുൻ MLA ആയിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ മകൻ, മാതൃഭൂമിയുടെ MD, വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ. അദ്ദേഹത്തിന് കിട്ടിയത് 42.56%, സിദ്ദിഖിന് 46.16%. സുബീഷ് TM BJP കിട്ടിയത് 9.27%. 10% വോട്ട് പോലും BJPക്ക് 2021 കൽപ്പറ്റയിൽ കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. ഇത്തവണ എന്ത് സംഭവിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ. സുരേന്ദ്രന് വേണ്ടി കുറച്ച് 10 വോട്ടുകൾ കൂടുതൽ പോയാലും അതൊന്നും ഒരു വലിയ ഒരു വോട്ടുള്ള ചോർച്ചയൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഇനി 2016 CK ശശീന്ദ്രന്റെ ഉജ്ജ്വല വിജയമാണ് വയനാട്ടിൽ കൽപ്പറ്റയിൽ. CK ശശീന്ദ്രൻ CPIM ജയിച്ചത് 13,083 വോട്ടിനാണ്, വലിയ ഭൂരിപക്ഷത്തിൽ. തോൽപ്പിച്ചത് അന്ന് UDF പക്ഷത്ത് നിന്ന MP ശ്രേയാംസ്കുമാറിനെ. മനസ്സിലാക്കണം. അന്ന് BJPക്ക് കിട്ടിയത്, K. സദാനന്ദൻ BJPക്ക് കിട്ടിയത് 8.57%, 10% അവിടെയും ഇല്ല. ഇതാണ് കൽപ്പറ്റയുടെ സ്ഥിതി. ഇനി 2011 കൽപ്പറ്റ നോക്കുക. ശ്രേയാംസ്കുമാർ അവിടെ ജയിച്ചു, സോഷ്യലിസ്റ്റ് ജനതാദളായിട്ട് ജയിച്ചു. ഭൂരിപക്ഷം 18,169, നല്ല ഭൂരിപക്ഷമുണ്ട്. തോൽപ്പിച്ചത് CPMന്റെ PA മുഹമ്മദിനെയാണ്. അന്ന് ആനന്ദകുമാർ BJP നേടിയത് 5.20, 5% വോട്ട് മാത്രം. ഇനി കോഴിക്കോട്ടെ ഏക മണ്ഡലം ഇതിൽപ്പെടുന്നതായ തിരുവമ്പാടി എടുക്കുക. ലിൻഡോ ജോസ് ഇപ്പോഴത്തെ CPIMന്റെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം 2021 ജയിച്ചത് 4,643 വോട്ട്, ഒരു ചെറിയ ഭൂരിപക്ഷം. ഇനി BJPക്ക് അവിടെ കിട്ടിയത് വെറും 5.45% വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണക്കൂട്ടേണ്ട കാര്യമില്ല. 2016 ജോർജ് M. തോമസ് CPM അവിടെ സിറ്റിംഗ് സീറ്റാണ് ലിൻഡോ ജയിച്ചത്. അവിടെ ജയിച്ചത് ജോർജ് തോമസ് ആണ് 2016. 3008 വോട്ടിന് ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷം കൂട്ടിയാണ്. അവിടെ ഗിരി BDJS തുഷാർ വെള്ളപ്പള്ളിയുടെ പാർട്ടി കിട്ടിയത് 6.45% വോട്ട് മാത്രമാണ്, കാര്യമാക്കാനില്ല. 2017 C. മോയിൻകുട്ടി യൂണിയൻ മുസ്ലിം ലീഗിന്റെ മോയിൻകുട്ടി അവിടെ ജയിച്ചു, 3883 വോട്ട്. അവിടെ ജോർജ് തോമസ് CPMനെ പരാജയപ്പെടുന്നത്. പിന്നീട് ജോർജ് തോമസ് ജയിച്ചു വരുന്നു. അവിടെ BJPക്ക് അന്ന് കിട്ടിയത് വെറും 3.36%, വളരെ കുറച്ച് വോട്ട് മാത്രം. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ തിരുവമ്പാടിയിൽ കോൺഗ്രസ് ജയിച്ചപ്പോഴും CPM ജയിച്ചപ്പോഴും ലീഗ് ജയിച്ചപ്പോഴും CPM ജയിച്ചപ്പോഴും ഭൂരിപക്ഷം എപ്പോഴും 5000-ന് താഴെയാണ്. അപ്പോൾ വലിയൊരു മുന്നണികളുടെ ഷിഫ്റ്റ് അവിടെ ഇല്ല. രണ്ട് മുന്നണികളും തുല്യ ബലാബലം കാത്തു സൂക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, വയനാട് ലോക്സഭയിൽപ്പെടുന്നത്. ഇക്കുറിയും വോട്ടിംഗ് പാറ്റേണിൽ അവിടെ LDFന് ഒരു ചെറിയ മേൽക്കൈ കിട്ടിക്കൂടായികയില്ല. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു മാർജിനൊന്നും അവിടുന്ന് തിരുവമ്പാടിയിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. ഇനി 5ാമത് മണ്ഡലം ഏറനാട്. PK ബഷീർ 3 തവണയായിട്ട് ജയിച്ചു വരുന്ന ലീഗിന്റെ പ്രമുഖ നേതാവ് PK ബഷീർ. 2021 PK ബഷീറിന്റെ ഭൂരിപക്ഷം 27,546. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കാണത്, പറഞ്ഞങ്ങ് പോവുകയാണ്. ഇവിടുന്നാണ് 1 ലക്ഷം വോട്ട് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൊടുക്കാൻ അവർ ലീഗ് ചെയ്തു എന്നാണ് പറയുന്നത്. വോട്ട് ചെയ്തെന്ന് വിലയിരുത്തിയിരിക്കുകയാണ്, വരട്ടെ. അപ്പൊ 2016 ബഷീർ
ഭൂരിപക്ഷം അതിന് താഴെയായിരുന്നു. 12,000 ഉള്ളൂ. 2011 പി കെ ബഷീർ ഭൂരിപക്ഷം 11,000 ഉള്ളൂ. പിന്നെ ഈ 1,00,000ത്തിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന കണക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്. നിലമ്പൂർ പറഞ്ഞല്ലോ, നിലമ്പൂർ ഓൾറെഡി പറഞ്ഞു. PV Anwar 2,200. 2016 PV Anwarന്റെ ഭൂരിപക്ഷം 11,504 രണ്ടാം തവണയാണ് അൻവർ നിലമ്പൂരിൽ ജയിക്കുന്ന കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലം പിടിച്ചെടുത്തത്. അന്ന് 11,000 അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഈ 2,700 കുറയാൻ കാര്യം PV Anwarനെതിരെ കേസ്, മറ്റേ റിസോർട്ടിൽ അനധികൃത നിർമ്മാണം എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് 2021 നിലമ്പൂരിൽ PV Anwar ഇത്രയും വോട്ടിന് ജയിച്ചത്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ അവിടെ UDF വലിയ മേൽക്കൈ ഒന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. പിന്നെ BJPക്ക് അവിടെ ആകെ കിട്ടിയത് 4.96, 5% പോലും വോട്ട് കിട്ടിയില്ല. ഇക്കുറി അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കില്ല. പിന്നെ 2011 അദ്ദേഹം തോൽപ്പിച്ചത് ആരെയാണ്? ആര്യാടൻ ഷൗക്കത്തിനെയാണ്. ആര്യാടൻ മുഹമ്മദ് എന്നാ പറയുന്ന കോൺഗ്രസ് അധികായന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെയാണ് തോൽപ്പിച്ചത് PV Anwar ആദ്യം. ഇനി 2011 ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു അവിടുത്തെ സിറ്റിംഗ് MLA. കോൺഗ്രസിന്റെ നേതാവും മന്ത്രി ഒക്കെ ആയിരുന്ന ആര്യാടൻ മുഹമ്മദ്. അന്ന് അദ്ദേഹം ജയിച്ചത് 5,598 വോട്ടിലാണ്. അതൊരു വലിയ ഭൂരിപക്ഷമൊന്നുമല്ല. ഇതാണ് നിലമ്പൂരിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ 7ാമത്തെ മണ്ഡലം വണ്ടൂരേക്ക് വരും. വണ്ടൂർ എന്താണ്? AP അനിൽകുമാർ, കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും സ്ഥിരം ജയിക്കുന്ന ആള്. ഈ 3 തവണ ജയിച്ചു വന്നത് AP അനിൽകുമാർ. കഴിഞ്ഞ 3 ലക്ഷം എടുക്കാൻ SC ഷെഡ്യൂൾഡ് കാസ്റ്റ് സംവരണ മണ്ഡലം. അതുകൊണ്ട് ലീഗിന് അവിടെ സ്വാധീനമുണ്ടെങ്കിലും ലീഗിന് നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റില്ല. കോൺഗ്രസിന്റെ മണ്ഡലം, അവിടെ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. അപ്പൊ അവിടെ കഴിഞ്ഞ തവണ വണ്ടൂരിൽ 21 അനിൽകുമാറിന്റെ ഭൂരിപക്ഷം 15,563 നല്ല ഭൂരിപക്ഷം. 2016 അനിൽകുമാറിന് കിട്ടിയ ഭൂരിപക്ഷം 23,864. അതിൽ നിന്ന് താഴേക്ക് പോയിരുന്നു. 15,800 വോട്ടിന്റെ കുറവ് ഭൂരിപക്ഷത്തിൽ തന്നെ വന്നിരിക്കുന്നു അനിൽകുമാറിന് മുൻ ഇലക്ഷനെ അപേക്ഷിച്ച്. ഇനി 2011 നോക്കുക. ആദ്യമായിട്ട് മൂന്നിൽ ആദ്യ തവണ വരുന്ന ആ ഒരു ഇതില് അന്ന് 28,919 വോട്ടിന്റെ ഭൂരിപക്ഷം അനിൽകുമാറിനുണ്ടായിരുന്നു. അപ്പൊ 28,000 28,000 2011 28,000 2016 23 ചുരുങ്ങുന്നു ഭൂരിപക്ഷം. പിന്നെ 21 അത് 15,000 ചുരുങ്ങും. അപ്പൊ UDF ലീഗ് വോട്ട് ബാങ്ക് വളർന്നോ അതോ ചുരുങ്ങിയോ? ഈ കണക്ക് വെച്ച് ഞങ്ങൾ ചോദിക്കുക. ഇപ്പൊ പിന്നെ മലമറിക്കുമെന്ന് അങ്ങനെ പറയുന്നത് വണ്ടൂരും നിലമ്പൂരും ഏറനാടും വെച്ച് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് 1,00,000 ഭൂരിപക്ഷം ഉറപ്പിച്ച് കഴിഞ്ഞ് പെട്ടിയിലായി കഴിഞ്ഞ് മെഷീനിലായി കഴിഞ്ഞ് വോട്ട് ഭൂരിപക്ഷം. കണക്ക് വരട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ വയനാടിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ വയനാട്ടിൽ ഞങ്ങളിത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഒരു കാര്യം, വോട്ടെണ്ണാൻ ഇനി അധിക ദിവസങ്ങളില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഗണ്യമായി കുറയും. ആ കുറച്ചിൽ എവിടെ വരെ വരുന്നു എന്നതായിരിക്കും അതിൻ്റെ ബെഞ്ച് മാർക്ക്. ഇതാണ് ഞങ്ങൾക്ക് വയനാട്ടിനെ പറ്റി പറയാനുള്ളത്. ലീഗിന്റെ വിലയിരുത്തലെല്ലാം ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ചൂട്ടോ എന്ന് പോകും എന്നും നമുക്ക് 4ാം തീയതി വോട്ടെടുപ്പോൾ മനസ്സിലാക്കും.